കഴിഞ്ഞ ഈ ഒരു ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ മൊത്തം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ്. ഈ മുല്ലപ്പെരിയാറിൽ എന്തായാലും പുതിയ അണക്കെട്ട് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് ആശങ്ക പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഉപ്പുതറ ചപ്പാത്തിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടക്കും. വയനാട് ദുരന്തത്തിന് ശേഷം വലിയ രീതിയിൽ മുല്ലപ്പെരിയാർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കർണാടകയിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ട് തകർന്നത് ചൂണ്ടിക്കാട്ടി മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും പുനർസംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ദേശീയ ഏജൻസിയെ കൊണ്ട് ഡാമിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമമുണ്ടാകണമെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ അടിയന്തര ആവശ്യം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മഴക്കാലമാകുമ്പോഴും മാത്രം സീസൺ ചർച്ചയായി മാറുകയാണ് മുല്ലപ്പെരിയാർ. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആശങ്ക പരത്തുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമരസമിതി. സോഷ്യൽ മീഡിയകളിൽ വഴി അനാവശ്യ കമന്റുകൾ നടത്തിക്കൊണ്ട് ദുരന്തമുഖത്ത് നിൽക്കുന്ന ജനങ്ങളെ മുൾമുനയിലാക്കുന്ന തരത്തിലുള്ള ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നുള്ള ഒരു അപേക്ഷ ഒരു തീരദേശവാസി എന്ന നില കൂടി ഞാൻ അറിയിക്കുകയാണ്. മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിനായി പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണി മുതൽ ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടത്തും. വിവിധ ജാതി മത സാമുദായിക സംഘടനകളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ഇടുക്കി.